നീ ചിന്തിച്ചാ നിന്നെ കൊണ്ട് പറ്റൂടാ. നീ മരണമാസാടാ. വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഇപ്പം എല്ലാവരും ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് JEE എക്സാം വരുവാണ്. അപ്പൊ നല്ലത് തന്നെയാണ്. നിങ്ങൾ ഇനി നോക്കുമ്പോൾ ഒരു 10 ദിവസമേ ഉള്ളൂ, 15 ദിവസമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഫസ്റ്റ് സെഷൻ നമ്മൾ എന്തൊക്കെ നോക്കി എന്നുള്ളത് നോക്കാതെ, അല്ലെങ്കിൽ എന്തൊക്കെ ആയി പ്രിപ്പറേഷൻ നോക്കാതെ നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, നല്ലപോലെ നോക്കുക. പക്ഷെ ഈ ഒരു മോട്ടിവേഷൻ തരുന്നത് ഒരു അനാവശ്യ മോട്ടിവേഷൻ അല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങളൊരു 10 ദിവസം മാത്രം ഇനി പഠിച്ചാൽ മതി, 15 ദിവസമേ ഉള്ളൂ, നിങ്ങൾ ഈ 15 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകം കീഴടക്കും, അല്ലെങ്കിൽ അതാവും ഇതാവും. അപ്പോൾ ഇവിടെ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 ടൈപ്പ് ആളുകളുണ്ട്. അപ്പോൾ ഇത് 2 ടൈപ്പ് ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് എടുത്താലും നമുക്ക് അവിടെയും 2 ടൈപ്പ് ആളുകളുണ്ട്. എൻ്റെ അടുത്ത് പഠിക്കുന്നവരാണെങ്കിലും 2 ടൈപ്പ് ആളുണ്ട്. കുറച്ച് ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു ലെവൽ അറിയാം. വേറൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലെവൽ അറിയത്തില്ല. അവർക്ക് ഞാൻ പറയുന്നത് എന്താണ് വേർഡ്സ്. പക്ഷെ ഞാൻ എൻ്റെ സ്ഥാനത്തെന്ന് വെച്ചാൽ, ഞാൻ ആരെങ്കിലും ക്ലാസ് എടുക്കാൻ നിൽക്കണം, ഞാൻ പറയും നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ് തരാൻ പറ്റും, ക്ലാസ് തരാൻ പറ്റും, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും, നിങ്ങൾ ചേരുവാണെങ്കിൽ ചേരുക, ആ ഒരു ഇതിലാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ 10 പേര് എൻ്റെ അടുത്ത് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുക, നാളെ ഞാനൊരു പാട്ട് പാടിയത് നല്ലതായിരിക്കും എന്നുള്ളത്, ശരിയാവൂ? ഇല്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ റെഡിയാവും നിങ്ങൾ 10 പേര് പറഞ്ഞു, അല്ലെങ്കിൽ 100 പേര് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 1000 പേര് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. പക്ഷേ ഇവരാരും ഒന്നും മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ അവിടെ നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രാക്ടിക്കാലിറ്റി നോക്കണമല്ലോ. അതായത് ഇത്രയും മോട്ടിവേഷൻ വന്ന് കയറുമ്പോൾ അത് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇയാൾ എഴുതിയെടുത്തു നമുക്ക് അതേപോലെ തന്നെ കിട്ടും. അപ്പോൾ ഒരാളുടെ സ്ട്രാറ്റജി എപ്പോഴും വേറൊരാൾക്ക് വർക്കൗട്ട് ആവണമെന്നില്ല, അതാണ് റിയാലിറ്റി. ഇപ്പോൾ ഇവിടെ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനിയുള്ള എക്സാം, അതായത് ഈ JEE എക്സാം, നിങ്ങൾ ഈ മോട്ടിവേഷനെ കണ്ട് പഠിക്കാൻ പറ്റും, പഠിച്ചിട്ട് പോകുക. കാരണം 10 ദിവസത്തെ കേസ് അല്ലെങ്കിൽ ഒരു 9 ദിവസത്തെ കേസൊക്കെ ഉള്ളൂ. പക്ഷേ ഈ JEE എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനുവരി കഴിഞ്ഞു. കാരണം ഇത്രയും നിങ്ങൾ സ്പെൻഡ് ചെയ്തു, നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കിനി ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഈ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ അനലൈസ് ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ എക്സാം എങ്ങനെ പോയി, നല്ല പോലെ ആയിരുന്നോ പോയത്? അപ്പോൾ ചിലപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ പറ്റുമായിരുന്നു, നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കാര്യം ഒരുവിധം തീരുമാനമായി, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ എക്സാമിനെ പറ്റി ഒരു അനലൈസ് ചെയ്യണം. അപ്പോൾ ഈ അനലൈസേഷൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എക്സാം ജനുവരി ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, മെയ്, ഏപ്രിൽ ഉണ്ട്. അപ്പം ഞാനൊരു 3 മാസത്തെ ഒരു രീതിയിൽ പറയാം. അപ്പം നിങ്ങൾ ഇനി അടുത്തത് ഫസ്റ്റ് സെഷൻ JEE കഴിഞ്ഞു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ കൊണ്ട് കുറച്ചും കൂടിയൊക്കെ പുഷ് ചെയ്താൽ JEE കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്, വേറെ ആളുകൾ പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് കിട്ടുമോ കിട്ടത്തില്ലേ എന്നുള്ളൊരു നിങ്ങളുടെ ഒരു ലോജിക്കിൽ നിങ്ങൾ ചിന്തിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എസ് ആണെങ്കിൽ നിങ്ങൾ അടുത്ത ഏപ്രിൽ ഷിഫ്റ്റിന് വേണ്ടി നോക്കാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാക്കി ആരെങ്കിലും പറയുന്ന കേട്ടാണ് ഏപ്രിൽ ഷിഫ്റ്റിന് പോകുന്നതെങ്കിൽ, അടുത്തതിൽ പിടിക്കുക എന്നുള്ളതാണെങ്കിൽ, നിങ്ങൾ എന്താ പറയണ്ടേ, ബ്ലൈൻഡ് ആവാതിരിക്കുക. നിങ്ങളെ ലോജിക്ക് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്കൊരു കോമൺ സെൻസ് കാണുമല്ലോ, അത് വെച്ച് ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏപ്രിൽ എത്തുമ്പോഴത്തേക്കും ആ രണ്ടാമത്തെ സെറ്റ് JEE പിന്നെ ക്യുസാറ്റോ കീമോ ചിലപ്പോൾ പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് വരുന്ന മെസ്സേജ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിലാണ് മിക്കവരും തേടി വരുന്നത്. അപ്പോഴത്തേക്കും നിങ്ങളുടെ ലാസ്റ്റ് മൊമെൻറ്റിൻ്റെ സിറ്റുവേഷനാണ് കൂടുതലും എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ഒരു ഇതുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു 3 മാസം കൂടി അതേ രീതിയിൽ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങളിപ്പോൾ ഏകദേശം 1 ഇയറിനടുത്ത് സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ പോട്ടെ ഒരു 10 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം 6 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ പോട്ടെ, എങ്ങനെയല്ലോ നിങ്ങളുടെ 6 മാസം പറ്റിയല്ലോ. ഈ 6 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ, ഈ 3 മാസം അതേപോലെ തന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ റിസൾട്ട് തന്നെയാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കുറച്ച് ലോജിക്കലായിട്ട്, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. കാരണം നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് വിടാം എല്ലാവരും, പക്ഷേ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയല്ല. ഇൻ കേസ് എന്താണ്, ഈ മോട്ടിവേഷൻ ഒരു പരിധി വരുമ്പോഴത്തേക്കും പ്രശ്നമാവും. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഒരു ലെവലിനെ പറ്റി ചിന്തിക്കത്തില്ല. ഇപ്പോൾ എല്ലാവരും നമ്മളിത് 100 പേര് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കാര്യമുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നിങ്ങളത് പറയാം, നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റും, നിങ്ങൾ നാളെ തൊട്ട് പാട്ട് പാടുന്ന രീതിയിൽ കുറച്ച് പാട്ട് പാടി, അല്ലെങ്കിൽ ഡാൻസ് കളിച്ചിട്ട് നിങ്ങൾ ചെയ്യില്ല. പക്ഷെ ഞാൻ പറയുക, നിങ്ങൾ ഈ എക്സാം എളുപ്പമോ, നിങ്ങൾ ആ എക്സാം അതുപോലെ എഴുതും. നിങ്ങൾ 10 ദിവസം പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ട്രസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോൾ അവിടെ നിങ്ങൾ പ്രാക്ടിക്കാലിറ്റി നോക്കും. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഒരു ബ്രെയിൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്ന കേട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. അതാണ് മെജോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ ഞാൻ പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ 50,000 പേര് കീം എഴുതും. ഈ 50,000 പേര് കീം എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 20,000 പേരെങ്കിലും പോട്ടെ, ഒരു ജെഇ ആസ്പിരൻ്റ് ആയിരിക്കുമല്ലോ, റിപ്പീറ്റേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പം 20,000 പേര് റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് ഇതിനകത്തൊരു 2,000 പേർക്കോ 3,000 പേർക്കോ കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി 17,000 പേരുടെ കാര്യം എന്തുകൊണ്ട് ശരിയാവുന്നില്ല? അപ്പം ഞാനീ പറയുന്നത് ഈ 17,000 പേരിനകത്ത് കുറേ പേർക്ക് പോട്ടെ, എങ്ങനെ പോലും ഒരു 7,000 അല്ലെങ്കിൽ ഒരു 10,000 പേർക്ക് കീമിന് പോലും നല്ല റാങ്ക് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ആ ഒരു ബ്ലൈൻഡ് ആയിട്ട് അതേ രീതിയിൽ തന്നെ നിങ്ങൾ സ്ട്രാറ്റജി പോയി കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോഴൊന്നും ചേഞ്ച് ആകത്തില്ല. അപ്പോൾ ഇവിടെ ഈ അനാവശ്യ മോട്ടിവേഷൻ നിങ്ങളെ തലയിലോട്ട് എടുത്ത് വയ്ക്കരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു കുഴി ഉണ്ടെന്ന് വെച്ചോ. ഈ കുഴിയിൽ കുറച്ച് പേര് നിന്നു, 2 പേര് നിന്നു. ഇവിടെ 2 സിനാരിയോ ഉണ്ട്. ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഇരിക്കുക, ഇവിടെയും കുറച്ച് ഫ്രണ്ട്സ് ഇരിക്കുക. അപ്പോൾ ഈ ഫ്രണ്ട്സ് പറയടാ ചാടടാ, ചാടി നിനക്ക് സുഖമായിട്ട് കയറി വരാൻ പറ്റും, ചാട്, ഞാനും ചാടിയിട്ടുള്ള കയറി വരാൻ പറ്റും, നീ ഡയറക്റ്റ് ചാടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറ്റത്തില്ല, സുഖമായിട്ട് കയറിപ്പോ. അപ്പോൾ ഇവൻ ഇത് കുറച്ച് കഴിഞ്ഞ് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്നെ എടുത്ത് ചാടും. പക്ഷേ റിയാലിറ്റി ചിലപ്പോൾ അവനെ കൊണ്ട് കയറി വരാൻ പറ്റില്ല. കാരണം ഇവനെ കൊണ്ട് കയറി എന്നും പറഞ്ഞാൽ അവനെ കൊണ്ട് കയറാൻ പറ്റുമോ? ഇല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എബിലിറ്റി ഇല്ലേ. പക്ഷേ ഇവിടെ ഇയാൾക്ക് ഇയാളുടെ എബിലിറ്റി അറിയാം. ഇവരെല്ലാവരും ചാടി കയറുകയൊക്കെ ചെയ്തു. പക്ഷേ ഇയാൾക്കറിയാം ഇയാൾ ചാടി അയാൾ കയറത്തില്ല. അതുകൊണ്ട് അയാൾ എന്താണ് ചാടാതെ സേഫായിട്ട് നിന്നു. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇന്ന ആൾക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് എത്ര പറ്റുമെന്നുള്ളത് നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷ എഴുതാൻ നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനീ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ക്വിസാറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം അവർ ജെഇ നോക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടത്തില്ല എന്നുള്ളത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നത് ജെഇ നോക്കിയിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല, ക്വിസാറ്റ് നോക്കി വരത്തുള്ളൂ. അപ്പോൾ അവർ അവരുടെ ഒരു രീതിയിൽ നോക്കിയിട്ട് അവരിപ്പോൾ 3-4 മാസമായിട്ട് പോർഷൻ തീർക്കുന്നു, അത്യാവശ്യം ക്വിസാറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ആ ഒരു എക്സാമിന് കുറച്ച് കോൺഫിഡൻസ് ആയി, അവർ ആ ഒരു രീതിയിലോട്ട് പോയി. അപ്പോൾ സെൽഫായിട്ട് നിങ്ങളൊരു അവയർനെസ് ഇല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ നോക്കുമ്പോൾ 15 ദിവസം മതി കയറാം, അത് കഴിയുമ്പോൾ പിന്നെ എന്താണ് 3 മാസം കൂടി അതിന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ ആ 3 മാസം കൂടി കഴിച്ച് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഈ കുഞ്ഞ് എക്സാമും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അതും ഇല്ല ഇതും ഇല്ല, പ്രൈവറ്റിൽ പോയി നിൽക്കേണ്ടി വരും. ഇത് മെയിൻ ആയിട്ടുള്ള ആളുകളുടെ ഒരു റിയാലിറ്റി അതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നവർ ചിന്തിക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ക്ലാസ് എടുത്ത് എന്താ പറയണ്ടേ, ഇവിടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള രീതിയിലല്ല, നിങ്ങളെല്ലാവരും അത് നിർത്തി ക്വിസാറ്റിലോട്ട് പോകാന്നുള്ള രീതിയിലല്ല. പക്ഷെ നിങ്ങൾക്ക് ഇനി കീമാണെങ്കിൽ ഞാൻ കീമിൻ്റെ ക്ലാസ് ഒന്നും നടത്തുന്നില്ല, ഇനി സെൽഫായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളത് നോക്കാം. പക്ഷേ ഈ ഒരു 6 മാസം വന്ന അതേ ഔട്ട്പുട്ടിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്ന കേട്ടാണ് ഇനി 3 മാസം കൂടി ചലിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രശ്നം ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അതാണ് ഈ അനാവശ്യ മോട്ടിവേഷൻ കൊണ്ടുള്ള പ്രശ്നം. അപ്പം ഇത് അത്രയ്ക്ക് അറ്റ് പീക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്, എന്നും ഈ സാധനം കാണുന്നതുകൊണ്ടാണ് ഞാൻ ജനറൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നത്. ഇത് നമ്മൾ പേഴ്സണലി നമ്മൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഏതാണെങ്കിലും നമ്മളത് ചാറ്റിനകത്ത് ഇട്ടിട്ട് നമ്മൾ കോമഡി ആയിട്ട് പറയും, ഇതങ്ങനെയാണോ ഇങ്ങനെയാണോ. അപ്പം അവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ ഒരു 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളുകളാണ് വരുന്നത്. നിങ്ങളെപ്പോലെ വേറെ കോച്ചിങ് സെൻറ്ററിൽ എൻറോൾ ചെയ്തിട്ട് അവർ എൻ്റെ അടുത്ത് പിന്നെ ഒന്ന് ചേരുന്നു. അപ്പോൾ ഞാൻ അവന്മാരടുത്ത് പറയും, നീയൊക്കെ എന്താ, നിങ്ങൾക്ക് ഇനി 10 ദിവസമേ ഉള്ളൂ, നിങ്ങൾക്ക് ലോകം കീഴടക്കണ്ടേ. അപ്പോൾ ഈ വീഡിയോ കണ്ടത് 15 ദിവസം മുന്നേ ആയിരിക്കും. അപ്പോൾ നമ്മൾ തമാശയ്ക്ക് ആ രീതിയിൽ പറയും. പക്ഷേ അവിടുത്തെ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരൊക്കെ അത് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോയാലും ഒരു 5-6 പേര് നല്ല റിസൾട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്കിപ്പം ചിലപ്പോൾ ഒരു 80 പേര് പഠിപ്പിക്കുമ്പം ചിലപ്പോൾ ഒരു 5 പേരുടെ റിസൾട്ട് മതിയായിരിക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ. നോക്കിയാൽ മതി എത്ര പേരുടെ റിസൾട്ടാണ് എല്ലാവരും ഇടുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു 2-3 പേര് ഇടുമ്പം സക്സസ് ആകുമ്പം അവരുടെ കാര്യം സക്സസ് ആയിട്ടിടും. പക്ഷേ ബാക്കി 95 പേര്, ഒരു 5 പേര് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മാത്രമേ പരസ്യം ചെയ്യത്തുള്ളൂ, അവരുടെ മാത്രം റിസൾട്ടേ പറയത്തുള്ളൂ. ഒരു പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ മാത്രം പോഡ്കാസ്റ്റ് ചെയ്യും. പഠിക്കാത്തവരുടെ കാര്യം ആരെങ്കിലും ഡിസ്കസ് ചെയ്യില്ല. പക്ഷേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യുസാറ്റ് എഴുതുന്നത്, ക്യുസാറ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 ലക്ഷം ആള് 50,000 ആളുകൾ എഴുതുവാണെങ്കിൽ 1000 സീറ്റേ ഉള്ളൂ. എന്നാൽ പോട്ടെ ജെയുടെ ആണെങ്കിൽ 15 ലക്ഷം പേര് എഴുതുമ്പം മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന 2 ലക്ഷം ആളുകളേ ഉള്ളൂ. അപ്പോൾ അവിടെ നോക്കുമ്പം ബാക്കി 15 ലക്ഷത്തിൽ 13 ലക്ഷം, അതായത് കിട്ടിയതിൻ്റെ 6 ഇരട്ടിയോ 6.5 ഇരട്ടിയോ പുറത്ത് അവിടെ ഈ ഒരു രീതിയിൽ ഇരിപ്പാണ്. അപ്പോൾ ആ ആളുകളെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു അവസ്ഥയിൽ ചിലപ്പം ആരെങ്കിലും ഒരാളെങ്കിലും, അപ്പോൾ ഇത് പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ അത് ചിന്തിച്ചിട്ടും
വിചാരിക്കുക ഞാനിനി സെക്കൻഡ് ഷിഫ്റ്റ് ജെയിലോട്ട് പോകണോ, എനിക്ക് പറ്റിയില്ലല്ലോ. എന്നിട്ട് അന്നേരം ചിലപ്പോൾ കീമിനോ ക്യുസാറ്റിനോ അന്നോട്ടേ പ്രിപ്പയർ ചെയ്യാൻ നോക്കി ശരിയായാലും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇടുന്നത്. അല്ലാതെ ബ്ലൈൻഡായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ തല വെച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഞാൻ ഈ ട്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ കോച്ചിങ്ങിൻ്റെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞു കോച്ചിങ് വർക്കൗട്ട് ആകത്തില്ല, അല്ലെങ്കിൽ കോച്ചിങ് ശരിയല്ല എന്നുള്ളത് സാറുമാർ തന്നെ പറഞ്ഞു. പക്ഷെ നമുക്ക് മൊത്തത്തിൽ എല്ലാവരും നോ പറയുമ്പോൾ നമുക്ക് എസ് ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ ആ രീതിയിലോട്ട് പോകും. അപ്പം അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന് ബാക്കി എല്ലാവരും പറയുക ചെയ്യും, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ സെക്കൻഡ് ഷിഫ്റ്റും കൂടി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ബ്ലൈൻഡായിട്ട് ആരെങ്കിലും പറയുന്നത് വെച്ച് കേട്ട് പോവുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ ചിലപ്പോഴൊക്കെ കറക്റ്റ് ആയിരിക്കും. കാരണം കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. 3 മാസം 4 മാസം പ്രിപ്പറേഷൻ കൊണ്ട് പോകും. അപ്പോൾ അത്രയും രീതിയിലോട്ട് പോകും. പക്ഷേ അത് നിങ്ങളെന്താണ് കുറേയൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. സെൽഫായിട്ട് ചിന്തിക്കുക. അതായത് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം, ആ രീതിയിൽ പോയാൽ പറ്റും. ചിലപ്പോൾ അത് ഫെയിൽ ആയിരിക്കാം, ആ രീതിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. അതായത് മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണം, പക്ഷെ നിങ്ങൾ ഒരു അനാവശ്യ മോട്ടിവേഷനിലോട്ട് പോകാതിരിക്കുക.